കേരളത്തിലെ ഒരു യുവ MLA-ക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു ആരോപണം ഉയർന്ന ഏകദേശം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. മറുഭാഗത്ത് CPM-ന്റെ നേതാക്കന്മാർ, അതായത് P. ശശിക്കെതിരെ ആരോപണം വരുന്നു. അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഷൊർണൂർ MLA ആയിരുന്ന PK ശശിക്കെതിരെ ആരോപണം വരുന്നു. തീവ്രത അളക്കാനുള്ള 2 അംഗ കമ്മീഷനെയാണ് പാർട്ടി നിയമിച്ചത്. AK ശശീന്ദ്രൻ ഘടകകക്ഷി നേതാവാണെങ്കിലും AK ശശീന്ദ്രനെതിരെ ശബ്ദരേഖ കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമം പുറത്തുവിട്ട് നമ്മൾ കണ്ടതാണ്. ജോസ് തെറ്റീലിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ അറിയപ്പെടാത്ത ഒരുപാട് പീഡന വാർത്തകൾ CPM തന്നെ മുക്കിയതാണ്. DYFIയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന NV വൈശാഖിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തെ തിരിച്ചെടുത്തു പാർട്ടി. കേരളത്തിൽ കോൺഗ്രസ് ഇത്തരമൊരു ആരോപണം വന്ന നേതാവിനെതിരെ 24 മണിക്കൂറിനകം നടപടിയെടുത്ത് പൊതുപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു മാതൃകയായി മാറിയതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതൊന്ന് ആലോചിച്ച് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസ് എടുത്ത് ഇത്രയും ശക്തമായ ഒരു നടപടി വേറൊരു രാഷ്ട്രീയ പാർട്ടി എടുക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫേസ് ആണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മുടെ ഒരു സ്റ്റാർ ഐക്കൺ തന്നെയായിരുന്നു. അപ്പോൾ അയാൾക്കെതിരെ അത്രയും വലിയ ആരോപണങ്ങൾ വരുമ്പോൾ ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപടിയെടുത്തത്. അതിന്റെ ഗൗരവം ബോധ്യപ്പെട്ടുകൊണ്ട് ആരോപണങ്ങളുടെ ഗൗരവം, ഈ ആരോപണങ്ങളിൽ വലിയ കോൺഗ്രസിനെ തകർക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു ആരോപണമായിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ മാധ്യമങ്ങൾ നമ്മളോട് പൊളിറ്റിക്കൽ മൊറാലിറ്റി ചോദിക്കുന്നു, CPM നമ്മൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നു, പൊതുജനം നമ്മളെ ആകാംക്ഷയോടെ കാണും. നമ്മൾ എടുത്ത എന്താ, ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ പോലും മാറ്റി നിർത്താൻ ശേഷിയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിലല്ല മറ്റേത് നേതാവിന്റെ കാര്യത്തിലും ഇത്തരം ആരോപണങ്ങൾ വന്നാൽ ഈ ശക്തമായ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് പറ്റും. ഇന്ത്യയിൽ ഒരേ ഒരു പാർട്ടിക്കേ പറ്റുള്ളൂ. ഇത്രയും സ്ത്രീപക്ഷ നിലപാടുള്ള, ഇത്രയും ജനാധിപത്യ ബോധമുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരു പാർട്ടി വേറെയുണ്ട്. ആ പാർട്ടിയെ അടുത്ത നിമിഷം മുതൽ വിമർശിക്കാൻ CPM-ന് യോഗ്യതയില്ല. നമ്മൾ നടപടിയെടുത്തില്ലെങ്കിൽ അവർക്ക് ചോദിക്കാം. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നു. അവിടെ നമ്മുടെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ തീർന്നു. ഇനി രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ തെളിയിക്കപ്പെടേണ്ടതാണ്, നിയമപരമായിട്ട് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടട്ടെ. തിരിച്ച് അവിടം വരെ നമ്മൾ ചെയ്യേണ്ട ജോലിയാണ്. നമ്മൾ ആ ജോലി ചെയ്തു, അത് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവരോട് ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്തു, മുകേഷിന്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? അപ്പൊ ഇവർ പറയുന്ന മുകേഷ് പണ്ട് സിനിമയിൽ അഭിനയിച്ചപ്പോൾ പരാതിയാവും. മുകേഷിന്റെ മുൻ ഭാര്യ സരിതയുടെ പ്രസ്താവന ഇന്ത്യ വിഷൻ ചാനലിൽ ഇരുന്നിട്ട്, ഇന്ത്യ വിഷൻ ആണെന്ന് ഇനിയൊന്നു അല്ലെ, ഇന്ത്യ വിഷനാണ്, ഇന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് മാധ്യമ പ്രവർത്തക, ചോദ്യങ്ങൾ ചോദിക്കുകയും സരിത കരഞ്ഞുകൊണ്ട് നടത്തുന്ന വെളിപ്പെടുത്തലുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ മുകേഷ് CPM-കാരനായിരുന്നില്ല, വേറൊരു പാർട്ടിക്കാരനായിരുന്നു. പാർട്ടി മാറ്റി മുകേഷിനെ കൊടുത്ത് പാർട്ടി ചിഹ്നം കൊടുത്ത് കൊല്ലത്ത് മത്സരിപ്പിച്ചത് ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടല്ലേ? ബലാത്സംഗ കേസിലെ പ്രതിയല്ലേ? ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ ആക്ഷേപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സരിതയുടെ കത്തിന്റെ നീളം കൂട്ടിയ ആളാണ് ഗണേഷ് കുമാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചില്ലേ ഇവര്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളല്ലേ ഇവര്? അവരൊക്കെ സംരക്ഷിച്ചില്ലേ? ഗണേഷ് കുമാറിനെതിരെ കോടതിയുടെ നിരീക്ഷണം പോലും ഉണ്ടല്ലോ, തെറ്റായ ഇടപെടൽ നടത്തിയെന്ന് മന്ത്രിസഭയിൽ തുടരാൻ അനുവദിച്ചില്ലേ? ഇനി അങ്ങനെ ഓരോരുത്തരെയും ഇതിങ്ങനെ പണ്ടത്തെ തൊട്ടുണ്ട്. നീലലോകിദാസൻ നാരുടെ കാലത്ത് IAS-കാർക്ക് പോലും മനസ്സമാധാനത്തോടെ നടക്കാൻ പറ്റില്ലെന്ന് പറയുന്നത്. തെളിയിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എത്ര എണ്ണം തെളിയിക്കാൻ പറ്റും? ഈ പരാതി കൊടുക്കുന്നവർക്കും ഉണ്ടല്ലോ ഒരു മിനിമം മാന്യത. അപ്പൊ ഈ നാണവും മാനവും ഇല്ലാത്തവർക്കെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ പോയി. ആയിക്കോട്ടെ, തോമസ് ഐസക് അല്ലേ സ്വപ്ന സുരേഷിനെ കണ്ടപ്പോ എഴുന്നേറ്റ് വന്നപ്പോ മുണ്ടിന്റെ കുത്തഴിഞ്ഞു പോയി എന്ന് പറഞ്ഞത്? റെമി മാർട്ടിൻ കാണിച്ചിട്ട് മദ്യസൽക്കാരത്തിനെ ക്ഷണിച്ചത്, റൂമിലേക്ക് ക്ഷണിച്ചത് ശ്രീരാമകൃഷ്ണൻ. ഞാൻ ഉദ്ദേശിച്ചത് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ. അല്ലെ ഇനിയിപ്പോ ദൈവം നിന്ന് നടത്തിയ ശ്രീരാമ ജിൻഡോ ജോൺ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? CPM-ഉം ഉണ്ടാക്കുന്ന ക്യാപ്സുകളാണ് രണ്ടുപേരും ഷെയർ ചെയ്ത വിതരണം ചെയ്യുന്നത്. അല്ലാതെ BJP പറഞ്ഞാലും അത് ഏറ്റുപിടിക്കുക CPM. ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ആരാദ്യം പ്രചരിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഈ ശ്രീരാമകൃഷ്ണൻ റെമി മാർട്ടിൻ കാണിച്ച് ക്ഷണിച്ചു, കടകംപള്ളി സുരേന്ദ്രൻ ക്ഷണിച്ചു. അവർക്കൊന്നും ഒരു പരാതിയില്ലല്ലോ, അവരുടെ മാനം നഷ്ടപ്പെട്ടില്ലേ? KT ജലീലിനെതിരെ ആരും മുഖ്യമന്ത്രിയുടെയും മകളുടെയും ഭാര്യയുടെയും ഇടപെടലുകളെ കുറിച്ചിട്ട് സരിത നിരന്തരം സ്വപ്ന വെല്ലുവിളിച്ചു. ഈ സ്വപ്ന വെല്ലുവിളിച്ചിട്ട് ഇവർക്ക് ഒരു പരാതിയില്ലേ? അത് മാനം ഇല്ലാത്തതാണോ അതോ മാനം നഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നതാണോ? ഇല്ലേ? ഇനി ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ് നിമിഷ രാജു, ASF-ന്റെ വനിതാ നേതാവ്. അവരെ പുറത്ത് ചവിട്ടിയിട്ട് മാറി നിന്നില്ലെങ്കിൽ തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുമേടി പൊലച്ചി എന്ന് പറഞ്ഞ ജാതി അധിക്ഷേപം നടത്തി.
ഈ ആർഷോയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംസ്ഥാന സെക്രട്ടറി ഇവർക്കൊരു നാണുമാനമല്ലേ? ഇവരുടെ സ്ത്രീപക്ഷപാതം എവിടെയായിരുന്നു? ഇപ്പൊ NB വൈശാഖനെ എന്തിനാ മാധ്യമരംഗത്ത് മാറ്റി നിർത്തിയെന്ന് ഇവർ പറയണ്ടേ? ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഈ PK ശശിയുടെ കാര്യത്തിലാണ് തീവ്രത അളന്നത്. ചെറിയ പീഡനമായിരുന്നു പറഞ്ഞത്. പാർട്ടിക്ക് സ്വന്തമായി പോലീസ് സ്റ്റേഷൻ കോടതി ഉണ്ടെന്ന് മറ്റേ വനിതാ കമ്മീഷനായിരുന്ന MC ജോസഫൈൻ പറഞ്ഞത്. തീവ്രത ഇളക്കാൻ പോയത് ബാലൻ സഖാവും ശ്രീമതി PK ശ്രീമതിയും കൂടിയിട്ടാണ്. ഇതൊക്കെ അളന്നിട്ട് ഇതൊക്കെ അളക്കലൊക്കെ കഴിയുമ്പോൾ P ശശി ഈ ആരാ നമ്മുടെ CKP പത്മനാഭൻ രോഗിയായത്, പാർട്ടിയിൽ നിന്ന് അവഗണിക്കപ്പെട്ടത്, വേട്ടയാടപ്പെട്ടത് P ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്വന്തം മകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ, പീഡന ശ്രമം നടത്തിയ ആൾക്കെതിരെ പരാതി കൊടുത്ത ഒരു MLA പോലും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാതെ രോഗിയാക്കപ്പെട്ടു. P ശശി എന്തിനാ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി നിർത്തിയത്? ഈ P ശശിയാണ് ഇന്ന് കേരളത്തിലെ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ പിണറായി വിജയൻ ഭരണം നിയന്ത്രിക്കുന്നത്. അപ്പൊ എന്ത് നീതി ഇവിടെയുള്ളത്? എന്ത് നീതിയുള്ളത്? അപ്പൊ ഇവര് ഇങ്ങനെ എല്ലാം ഇത് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തു. ഇനി അതിനപ്പുറത്തെ നടപടിക്ക് തെളിവ് വേണം. ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പുകളുടെ ആധികാരികത, AK ശശീന്ദ്രന്റെ പൂച്ചക്കുട്ടി ഓഡിയോയുടെ ആധികാരികത പരിശോധിച്ചു. ഹണി ട്രാപ്പാന്നാ പറയുന്നത്. ഏതെങ്കിലും ഹണികൾ വന്ന് ട്രാപ്പ് വെക്കുമ്പോ ചാടാൻ പാടില്ലല്ലോ. മന്ത്രി പറഞ്ഞല്ലോ അന്ന് പുറത്ത് വരെ തോടിയോ 3 വേറെ മംഗള സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ ആരെങ്കിലും ട്രാപ്പ് വെക്കുമ്പോ അവിടെ ചെന്ന് ചാടാനും പാടില്ലെന്നേ. ചാടാൻ പാടില്ല. പൊതുപ്രവർത്തകൻ ഈ ബാക്കി പൊതുപ്രവർത്തകർ ചാടാൻ പാടില്ല. CPM LDF ആണ് ഈ ചാടാമെന്നാണ് ഇവര് പറയുന്നത്. അങ്ങനെ പാടില്ല. ഒന്നുകിൽ എല്ലാവർക്കും ചാടാം. ദൃശ്യം കേരളം മുഴുവൻ കണ്ടു. തെറ്റയിൽ രാജിവെക്കേണ്ടെന്നായിരുന്നല്ലോ CPM-ന്റെ നിലപാട്. പിന്നെ മത്സരിപ്പിച്ചു. അതുപോലെ തന്നെ കടകംപള്ളിയുടെ ഒരു റെയിൻകോട്ട് ഓഡിയോ ആധികാരികത പരിശോധിച്ചോ? അപ്പൊ ആധികാരികത പരിശോധിച്ച് ഇതൊക്കെ തെളിയിക്കപ്പെടട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഈ പറഞ്ഞ എന്ത് ശാസ്ത്രീയ പരിശോധന നടത്തി? അത് വേറൊരു കാര്യമാണ്. സ്വന്തം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗ്രൂപ്പ് ഫൈറ്റ് നടത്താൻ വേണ്ടിയിട്ട് അയാളുടെ ഓഫീസിനകത്ത് CCTV വെക്കുക, ഒളിക്യാമറ വെക്കുക, എന്നിട്ട് ദൃശ്യങ്ങൾ എടുക്കുക, എന്നിട്ട് അതിൽ വരുന്ന സ്ത്രീയെ ആക്ഷേപിച്ച് ഭീഷണിപ്പെടുത്തി മൊഴി കൊടുപ്പിക്കുക, സ്ഥാനത്ത് പറ്റുക. S ശർമ്മയെ കുറിച്ചിട്ടും ചന്ദ്രൻപിള്ളയെ കുറിച്ചിട്ടും ഗോപി കോട്ടമുറിക്കൽ മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പരസ്യമായിട്ട്. ഇതെല്ലാം വരുന്നത് ഇപ്പോൾ എന്താണ് വൈപ്പിൻകരയിൽ സംഭവിച്ചതെന്ന, എങ്ങനെയാ ഷാജഹാൻ ഈ വീഡിയോ ഈ വാർത്തകൾ വന്ന് കിട്ടിയത് എന്നൊക്കെ പരിശോധിക്കപ്പെടണം. ഈ വൈപ്പിൻകരയിലെ MLA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ വാർത്ത എവിടെ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു, എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, അത് അന്വേഷിക്കണ്ടേ? ഇത് ഒരു വാർത്ത വന്നു, അത് പ്രചരിപ്പിച്ചവർക്കെതിരെ മാത്രമല്ലെന്ന് കേസ്. അല്ല, അങ്ങനെ ഒരു വ്യാജ വാർത്ത കൊടുക്കാൻ ഈ വൈപ്പിൽ MLA ചൂണ്ടി വ്യാജ വാർത്ത കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിൽ എത്രയോ അറിയപ്പെടുന്ന MLA-മാരില്ലേ? പിണറായി വിജയൻ അടക്കം 99 MLA-മാർ അപ്പുറത്തുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് പകരമാണെങ്കിൽ എത്രയോ ഇതിലും പ്രൊഫൈൽ MLA-മാരില്ലേ അറിയാവുന്ന ആളുകൾക്ക് എതിരെ ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെ കരുതി കുട്ടിയാണെന്നെങ്കിൽ എന്തുകൊണ്ട് ഇവർ അതിന് ഉത്തരം ഇവർ പറഞ്ഞു. എന്തുകൊണ്ട് ഇവരെ സെലക്ട് ചെയ്തു? അതിന് മറുപടി ഇവർ പറഞ്ഞു. ഇനി വ്യാജമാണെങ്കിൽ ഇത് എല്ലാത്തിന്റെയും ഇത് പറയുന്നത് പ്രതിപക്ഷ നേതാവിലേക്കാണ്. ആദ്യം കുറെ ആളുകൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവാണ് ഈ വാർത്ത മൂടി വെച്ചതെന്ന്. പിന്നെ കുറെ പേര് പറയുന്നു പ്രതിപക്ഷ നേതാവാണ് ഈ വാർത്ത ഉണ്ടാക്കിയതെന്ന്. ഇത് നിരന്തരമാണ്. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹമാണെന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കിയത് അദ്ദേഹമാണ്. ഇതിൽ ഏത് പക്ഷം ഇവർക്കൊരു പക്ഷവും ഇല്ല. ഇവർ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് നേതാക്കന്മാരെ ആക്ഷേപിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുന്നു. സരിത എവിടെയാ? സരിതയ്ക്ക് പണം ഓഫർ ചെയ്തത് CPM-ന്റെ നേതാക്കന്മാരാ അല്ലേ? ഇതെല്ലാം കാലത്തിന്റെ കാവ്യനീതിയാണ്. ഇവരെടുക്കുന്ന ഒരു ടൂൾസും ഇനി ജനങ്ങളുടെ മുമ്പിൽ മൂർച്ചയില്ലാതാക്കപ്പെട്ടു.